സായ്കുമാർ, സുകുമാരൻ നായർ നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു സാമുദായിക ഐക്യത്തിന് കളമൊരുങ്ങുന്നു, അത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഇതുവരെ കണ്ട സാമുദായിക സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിലും NSS LDFിന് അനുകൂലമായ ചില നിലപാടുകളൊക്കെ എടുത്തിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതേപോലെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അവിടെ മുതലാണ് NSS വളരെ കൃത്യമായൊരു നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ടെടുത്തത്. ഇപ്പോൾ ശബരിമല വിഷയത്തിന് പുറമെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിലും NSS ഐക്യപ്പെടുന്നു എന്നൊരു പ്രതീതി വരുന്നു. അത് ചെറുതായിട്ടല്ലല്ലോ UDFിനെ ബാധിക്കാൻ പോകുന്നത്. അത് UDFിന്റെ രാഷ്ട്രീയ പ്രതീക്ഷകളെ ഏറെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിർണായകമായ സ്വാധീനം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനോടൊപ്പം തന്നെ നായർ സമുദായത്തിനും നായർ വിഭാഗത്തിനുമുണ്ട്. അത് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അത് കൂടും. അപ്പോൾ UDFിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നൊരു പ്രസ്താവനയായി നമുക്കിതിനെ കാണാൻ കഴിയുമോ? ഇപ്പോൾ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആഗോള അയ്യപ്പ സംഗമ സമയത്താണ് NSSും SNDPയും സർക്കാരിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചത്. സുകുമാരൻ നായർ വേദിയിലെത്തില്ലെങ്കിലും NSSലെ പ്രമുഖ നേതാവ് തന്നെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ആ വേദിയിലെത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചതാണെന്ന് ശരി ദൂരമാണ് NSS എന്നുള്ള നിലപാടും NSS പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വന്നപ്പോൾ സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ ആ പിന്തുണ മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, വിലയിരുത്തിയിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, അത് അടിയുറച്ച പിന്തുണയായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് വേണം വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. അദ്ദേഹവും വെള്ളാപ്പള്ളി നടേശനും ഒരേ രീതിയിൽ തന്നെ, അതായത് അദ്ദേഹത്തിനെതിരായ വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ തുറന്നെതിർക്കുകയാണ് സുകുമാരൻ നായർ ചെയ്യുന്നത്. ഇത് പ്രായത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്താൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്തിനാണ് അദ്ദേഹത്തെ ഇவ்விധം അവഹേളിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സുകുമാരൻ നായർ ചോദിക്കുന്നത്. ആ അവഹേളിക്കുന്നത് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ്. അത് അവരോട് കൂടിയുള്ള ചോദ്യമായി മാറുകയാണ്. അതോടൊപ്പം